അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുകയും പിന്തുണക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. അത് ആത്മാർത്ഥമായ സാഹോദര്യത്തിൻ്റെയും ധീരതയുടെയും പ്രതീകമാണ്. പ്രവാചകന്റെ ജീവിതവും പെരുമാറ്റവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്കും ഏറ്റവും മികച്ച മാതൃകയാണ്, പ്രത്യേകിച്ച് ആവശ്യമുള്ളവരെ അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നതിൽ. അതെ, പരിശുദ്ധ ഇസ്ലാമും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പാവപ്പെട്ടവരെ സഹായിക്കുക എന്നത് നമ്മോട് വളരെ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതു കൈ അറിയരുത് എന്നും, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നും പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ഒരു വീഡിയോ ഇപ്പോൾ കാണാനായി സാധിച്ചു. ഒരു ഹൈന്ദവ സഹോദരി അവരുടെ വിഷമഘട്ടത്തിൽ അവരെ സഹായിക്കാൻ മുസ്ലിമീങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്ന വീഡിയോ ആയിരുന്നു അത്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഭയങ്കര പൈസ, ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല. അന്നൊന്നും ആരും സഹായിക്കാനില്ല, സഹായിക്കത്തില്ല. അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവര് സഹായിക്കുമായിരുന്നു. മറ്റേ ഞങ്ങൾ ഹിന്ദുസ് ഒന്നും ഒരു ഞാൻ പറയും ഇതിൽ കൂടെ പാർട്ടിന്റെ സഹായം ചെയ്തിട്ടില്ല. ക്രിസ്ത്യൻസും മുസ്ലിംസും ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പറഞ്ഞാൽ എനിക്ക് നോക്കും. പിന്നെ മുസ്ലിംസ് എനിക്ക് ഒത്തിരി ഒത്തിരി, എന്റെ സെക്രിയ ബസാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ആലപ്പുഴയിൽ. അവിടെയുള്ള മുസ്ലിംസ് നേർച്ചപ്പെട്ടിരിക്കുന്ന പൈസ പോലും എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അവരൊന്നും നമ്മളൊരു ഹിന്ദു ആണെന്ന് പറഞ്ഞ് എന്നെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. എനിക്ക് ആ പൈസ തന്നിട്ടുള്ള മറക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ പറയാം, ഇപ്പൊ ഇതൊക്കെ പറയേണ്ടതെന്ന് വെച്ചാൽ പറയണം, ഇപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. എന്റെ ശബ്ദം ആരെങ്കിലും ഒക്കെ കേൾക്കത്തില്ല. അവരുടെ ഒരു സഹായം എനിക്കന്ന് അത് വലിയ വളരെ വലുതായിരുന്നു. ഞാൻ വന്ന വഴി മറക്കാൻ തയ്യാറല്ല. അതിന് ഇനി എന്തിനീ ലോകത്ത് പുതിയത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പഴയ വഴികൾ മറക്കാം. അതെ, സഹജീവികളെ സഹായിക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ തത്വങ്ങളിൽ ഒന്നാണ്. ആ ഒരു സഹോദരി പറയുന്നത് കേട്ടില്ലേ? അവരുടെ വിഷമഘട്ടത്തിൽ അവരെ സഹായിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ മാത്രമാണ് അതിന് മുന്നിട്ടിറങ്ങിയത് എന്ന് ആ സഹോദരി തുറന്നു പറയുകയാണ്. ആരെയെങ്കിലും ഒരു വിശ്വാസിയുടെ ഇഹലോകത്തിന്റെ ദുരിതവശങ്ങളിൽ നിന്ന് മോചനം നൽകിയാൽ പരലോകത്തെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷിക്കും. കടം വീട്ടാൻ കഴിയാത്ത വിഷമാവസ്ഥയിലുള്ള ഒരാളുടെ അവസ്ഥ ആരെയെങ്കിലും ലഘൂകരിക്കുന്നുവോ, അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ ഭാഗ്യം ലഘൂകരിക്കുന്നതാണ്. ഒരു മുസ്ലിമിന്റെ തെറ്റുകൾ ആരെയെങ്കിലും മറച്ചുവെച്ചാൽ അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ തെറ്റുകളും മറച്ചുവെക്കുന്നതാണ്. അതെ, മറ്റുള്ളവരെ സഹായിക്കാൻ നാം എപ്പോഴും തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.